മലപ്പുറത്ത് വീട്ടുപ്രസവത്തിനെതിരെ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മതനേതാക്കളുടെ യോഗം വിളിച്ചത്. ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിന് പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന സന്ദേശവും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റി ബോധവൽക്കരണം ശക്തമാക്കാനും വേണ്ടിയാണ് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് മത, സാമുദായിക, സാംസ്കാരിക നേതാക്കളുടെ യോഗം വിളിച്ചത്. ഒരു മതവും പ്രസവത്തിന് ആശുപത്രികൾ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മതനേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി. എല്ലാവരും തന്നെ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം, ഒരു മതവും ഹോം ഡെലിവറിയെ, വീട്ടിൽ നടക്കുന്ന പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നും ഇത്തരത്തിലുള്ള സന്ദേശം ഇങ്ങനെ നടത്താൻ പാടില്ല എന്നും അതിലെ അപകടങ്ങൾ, അതിൽ ഈ വീട്ടിൽ നടക്കുന്ന പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിംഗിൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരുണ്ടായിരുന്നു, HODമാരുണ്ടായിരുന്നു, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഗൈനക്കോളജിസ്റ്റുമാരുണ്ടായിരുന്നു. അവരെല്ലാം ഇതിലെ അപകടങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പങ്കെടുത്ത എല്ലാ വിഭാഗവും പറഞ്ഞത്, ഞങ്ങളാരും തന്നെ വീട്ടിൽ നടക്കുന്ന പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇതിന് വ്യാപകമായ ബോധവൽക്കരണം വേണം, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അവയർനെസ് കൊടുക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ നടത്തും, അതോടൊപ്പം തന്നെ ചില ആശങ്കകൾ അറിയിച്ചു, അതും പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതേസമയം അനാവശ്യമായി സിസേറിയൻ നടത്തുന്നതായും മറ്റും ആശുപത്രികളെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഇതിനും കൃത്യമായ മറുപടി യോഗത്തിൽ നൽകിയതായി ജില്ലാ കളക്ടർ. എല്ലാവരും അവരവരുടെ മേഖലകൾ ബോധവൽക്കരണം നടത്താൻ തയ്യാറാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസാണ് കിട്ടിയത്. ഇക്കാര്യം നമുക്ക് ജില്ലയിലെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ, മംഗലശ്ശേരി, ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് 18 മലപ്പുറം.